ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ റസൂൽ. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസിൻ്റെ എന്താ പറയുക മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് റെസിൻ ചെയ്യുന്നതിൻ്റെ വർക്ക്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്ര ലേറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് എനിക്ക് ഓക്കെ ആയ 2-3 പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നത്. കാരണം നിങ്ങളൊരു ഡൗട്ട് ചോദിച്ചാൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. സോ അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് ലേറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഫസ്റ്റ് കിട്ടിയ പാട് ചെയ്തിട്ടുള്ള വർക്ക്സാണ് അത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഒരു കീ ചെയിനും അതുപോലെ തന്നെ ഒരു ഫോട്ടോ കീ ചെയിനും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് എന്താ പറയുക മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, കമൻറ്റ് ചെയ്യുന്നവരോട്. ഞാനിതിൻ്റെ മെറ്റീരിയൽസൊക്കെ എവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മോൾഡാണ് ഇത്. എന്താ പറയുക, നിങ്ങൾ മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു കിറ്റ് തന്നെ ഓർഡർ ചെയ്തത് കേട്ടോ. ഫസ്റ്റത്തെ പരിപാടി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിളിൽ ഫസ്റ്റ് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. അല്ലാതെ ആ സമയത്ത് കിടന്ന് തരാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വേണ്ട മോൾഡും കാര്യങ്ങളും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് എന്താ പറയുക പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടോ. ഞാൻ 2-3 വർക്കൊക്കെ ചെയ്തിട്ട് ഞാനങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സെല്ലോ ടോപ്പ് യൂസ് ചെയ്തിട്ട് അതിലത്തെ പൊടിയൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി കഴുകി ഉണക്കിയെടുക്കുക. അതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എളുപ്പം ഇതുപോലത്തെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമുക്ക് ആ പൊടിയൊക്കെ എടുക്കുന്ന കേട്ടോ. പിന്നെ മെയിനായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ ഏത് ടൈപ്സ് ഓഫ് പ്രിൻ്റാണ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫോട്ടോ കീ ചെയിൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പാണ്. അപ്പോൾ PVC ഷീറ്റ് എന്നാണ് ഈ ഒരു പ്രിൻറ്റിന് പറയുക. നമ്മൾ നോർമൽ പ്രിൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റിക്കർ ടൈപ്പ് ആയിരിക്കും വരെ. ഇപ്പോൾ നമ്മൾ വെള്ളം തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ നനയാത്തൊരു പേപ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബില്ലൊക്കെ കിട്ടുമല്ലോ. അപ്പം ആ ഒരു ബില്ലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പേപ്പറാണ് ഇതെന്ന് പറയുന്നത്. PVC ഷീറ്റ് എന്ന് പറഞ്ഞാൽ മതി. എല്ലാ ഷോപ്പിലും അവൈലബിൾ അല്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ചില ഷോപ്പിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ PVC ഷീറ്റ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഓൾറെഡി നമ്മൾ ചോദിക്കണം കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് നമുക്ക് വേണ്ടത് കൈ സുരക്ഷയാണ്. അതുപോലെ തന്നെ മാസ്കും. അതൊക്കെ നോർമലി എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. സോ എനിക്ക് ഒരു എന്താ പറയുക ഇതിട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മാക്സിമം നല്ലൊരു ഗ്ലൗസ് മേടിച്ചിട്ട് ഞാൻ ഇതിൽ നമുക്ക് ഈ ഒരു കിറ്റിൽ കിട്ടിയ ഒരു ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അപ്ലോഡ് ചെയ്യാതെ ഞാൻ 2-3 പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് അത് സക്സസ് ആയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇതേ നമുക്ക് റെസിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3:1 ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അതിൽ തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് 3:1 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 3:1 എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ള ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മൾ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ റെസിനും 1 ടേബിൾ സ്പൂൺ ഹാർഡനറും, അതാണ് 3:1. ഇനി അഥവാ 2:1 ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ റെസിനും 1 ടേബിൾ സ്പൂൺ ഹാർഡനറും, അങ്ങനെ ആയിരിക്കും വരാമെന്നുള്ളത്. 2:3 അല്ല 2:1 3:1 ഈ ഒരു റേഞ്ചിലാണ് കൂടുതലായിട്ട് റെസിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഒരു സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ മെഷർമെൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റും ഗ്രാമൊക്കെ നോക്കുന്നത് ഞാൻ അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, അത് വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊട്ടും ഓക്കെ ആയില്ല. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പൂൺസൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ കിറ്റിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. സോ എനിക്ക് കുറച്ച് തോനെ സാധനങ്ങൾ കുറച്ച് തോനെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് തോനെയാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. 3:2 എന്നുള്ളത് ഞാൻ 4 ടേബിൾ സ്പൂണ് റെസിനും 1 ടേബിൾ സ്പൂണായിട്ട് ഹാർഡനറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ 1 സ്പൂണും 1/4 കൂടി ഒഴിക്കുന്നത്. ഞാൻ അതുകൊണ്ട് 4 സ്പൂണാണ് റെസിന് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 3 സ്പൂൺ എടുക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും, 4 ആണെന്നുണ്ടെങ്കിൽ 1/4, 5 ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അതിൻ്റെ 1.5, അങ്ങനെ ആ ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു മെഷർമെൻറ്റ് എത്ര ആയിരിക്കും എന്നുള്ളത്. ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മെഷർ ചെയ്തെടുക്കുക. നിങ്ങളുടെ മെഷർമെൻറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യും ഒരു റെസിൻ്റെ ഹാർഡ്നെസ് കുറയും. അതായത് റെസിന് ഒട്ടും കട്ടിയാവാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് ലൂസായ രീതിയിൽ കേട്ടോ. എന്നിട്ട് നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം പതുക്കെ ഇളക്കുക. അതായത് ഒട്ടും സ്പീഡില്ലാത്ത രീതിയിൽ പതുക്കെ ഇളക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബബിൾസ് എന്തായാലും വരില്ല. ഇപ്പോൾ ഈ ഒരു ഹാർഡനറും അതുപോലെ ഈ ഒരു റെസിനും മിക്സ് ആവാൻ കുറച്ച് സമയം വേണം.
അപ്പം നിങ്ങൾക്കതിൽ നോക്കിയാൽ കാണാൻ പറ്റും, രണ്ടും വെവ്വേറായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഈ സംഭവം നന്നായിട്ട് മിക്സായിട്ട് ഒരു വാട്ടർ കൺസിസ്റ്റൻസി വരുന്ന രീതിയിൽ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പതുക്കെ മിക്സ് ചെയ്യുക, കൂടുതലിട്ടിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഞാനിത് പതുക്കെ മിക്സ് ചെയ്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഏകദേശം ഞാൻ കണ്ടോ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം അത് മാറ്റി വെക്കണം, കാരണം ആ ഒരു ബബിൾസൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ. ഞാനിതിൽ ചെയ്തതിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ബബിൾസ് കുറവാണ്, കാരണം ഞാൻ ഒരുപാടിട്ട് അങ്ങോട്ട് ഇളക്കാതെ പതുക്കെയാണ് ഇളക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് റെസിൻ്റെ കീ ചെയിൻ ആണ് ചെയ്യുന്നത്, ഫോട്ടോ കീ ചെയിൻ. ഞാൻ എന്താ പറയുക 2 സൈഡും വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലുമായിട്ട് ആ ഫോട്ടോസ് ഒട്ടിച്ച് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൽ ഈ ഒരു മോൾഡിലോട്ട് വെച്ചെടുക്കുന്നതിന്, ഈ മോൾഡ് ഞാൻ നേരത്തെ ചെയ്ത പോലെ സെല്ലോ ടോപ്പ് വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് PVC ഷീറ്റാണ്, ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഷീറ്റാണ്. അപ്പോൾ എനിക്കിതിൽ കൂടുതലായിട്ട് ഡെക്കറേഷനൊന്നുമല്ല, ഇതൊരു ബോയ്ക്ക് കൊടുക്കുന്ന കണ്ട് അധികം ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നോർമലായിട്ട് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, ഓവർ ഡെക്കറേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ദെൻ നമ്മുടെ ഗോൾഡൻ ഫോയിൽസ് ഇതിൽ കിട്ടിയിട്ടുള്ളതായിരുന്നു, ഈ ഒരു കിറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ ഒരു ഗോൾഡൻ ഫോയിൽ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഫോയിൽ ഇതിൽ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. സോ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മളെ ഈ ഒരു വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇതൊരു ബോയ്ക്കാണ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അധികം ഡെക്കറേഷനൊന്നും ഇല്ലാതെ ഒരു ഗോൾഡൻ ഫോയിൽ മാത്രമായിട്ട് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് കുറച്ചും കൂടി റെസിൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഒപ്പെത്താവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ നമ്മൾ ഫോട്ടോ വെച്ച് കൊടുത്ത് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കറക്റ്റ് നിരപ്പായ ഒരു പ്രതലത്തിൽ വെച്ച് ചെയ്യണം. അത് ചെരിഞ്ഞൊരു ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിന് ചെരിഞ്ഞിട്ട് ഒരു സൈഡിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ബാക്കി വന്നിട്ടുള്ള കുറച്ചും കൂടി റെസിൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫോട്ടോ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ റെസിൻ ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബോറായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ റെസിന് ഒഴിച്ചു കൊടുക്കുക. സോ അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്, അത് മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രതലത്തിൽ തന്നെ വെക്കുക, പൊടിയാവാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെസിൻ്റെ കീ ചെയിനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് റെസിൻ ഒഴിക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ ഡെക്കറേഷൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ അവർ ഇതിൽ എന്നുള്ള ആ ഒരു ഇതിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റെസിന് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാതെ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഗ്ലിറ്റേഴ്സ്, പൗഡേഴ്സ് അതൊക്കെ നമുക്ക് ഈ ഒരു കിറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗിറ്റേഴ്സ് അതേപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ഫോയിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഇതിലോട്ട് ഒരു പിങ്ക് കളർ പിഗ്മെൻറ്റ് ആണ് യൂസ് ചെയ്തത്. ശരിക്കും ഇത് പിങ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പിങ്ക് അല്ല, എന്നാൽ ഒരു ഡാർക്ക് പിങ്ക് അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. ഒരു ഗോൾഡ് ലുക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്, അതായത് ഒരു ഗോൾഡൻ കളർ മിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് അതൊരു ലേശം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു മോൾഡിൽ ഇട്ടിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. വേറെ പാത്രത്തിൽ അല്ലെങ്കിൽ വേറെ ഒരു ബോക്സിലോട്ടിട്ട് നിങ്ങൾക്ക് കപ്പിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. അപ്പോൾ ഞാൻ ആ ഒരു അതിൽ തന്നെയാണ് ചെയ്യുന്നത്, വേറെ എക്സ്ട്രാ ഒരു കപ്പൊന്നും യൂസ് ആക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ ഗ്ലിറ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഞാൻ കുറച്ച് ഇവിടെ കുറച്ച് ജിപ്സൺ ഫ്ലവേഴ്സിൻ്റെ ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു കിറ്റിൽ കിട്ടിയിട്ടുള്ളതല്ലേ, പക്ഷെ ഞാൻ അത് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വൈറ്റ് പോർഷൻ വരുന്ന ഭാഗത്ത് ഞാൻ അതാണ് യൂസ് ചെയ്തത്. സോ ബാക്കി വരുന്ന നമ്മുടെ റെസിനും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല കറക്റ്റ് ഒപ്പത്തിൽ ആക്കുക കേട്ടോ. അതായത് കുറവും കൂടുതലും അങ്ങനെ അല്ലാതെ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിൻ്റെ ഫോട്ടോയും കീചെയിനും ഒക്കെ ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം, നമുക്ക് മെഷർമെൻ്റ് ഒക്കെ കറക്റ്റാക്കി എടുത്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 24 hours എന്തായാലും ഇത് വെക്കുക. സോ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ഇളക്കി നോക്കാനും തൊട്ട് നോക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക 24 hours തന്നെ. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഫൈനൽ ലുക്ക് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയുക കീച്ചേൻ്റെ ലുക്ക് എന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ. ബൈ ബൈ.